ഹായ് ആൾ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാലേ, പെൺകുട്ടികൾ കല്യാണം കഴിയുന്നതിന് മുൻപ് ഈ വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം എന്ന് പറയാൻ കാര്യം, ഈ വീഡിയോ അവർക്ക് വേണ്ടിയുള്ളതാണ്. ഇതിലെനിക്കൊരു ഡിസ്ക്ലെയിമറായിട്ട് പറയാനുള്ളത്, എല്ലാ ആൺകുട്ടികളുടെയും സ്വഭാവം ഇങ്ങനെയാണെന്നല്ല. കാരണം നമ്മളിപ്പം നമ്മുടെ ഈ കറണ്ട് സിറ്റുവേഷനിൽ കേരളയുടെ ന്യൂസസൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഓർക്കാൻ പോലും പറ്റാത്ത അതിവേദനാജനകമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ പ്രശ്നങ്ങളാവുന്നു. ഹസ്ബൻഡിന് സൈക്കാട്രിക് ഡിസോർഡർ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദ്രവങ്ങൾ കൊണ്ട് പിന്നെ ഒട്ടും വയ്യാതെ ആത്മഹത്യയുടെ വക്കിൽ പോകുന്ന ഒരുപാട് സഹോദരിമാർ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, മേഡേഴ്സ്, കൊലപാതകം കൂടുന്നു. ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. ഒരുപാട്. പണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു കേരളത്തിൻ്റെ പുറത്ത് അല്ലേ, നമ്മുടെ ഉത്തർപ്രദേശിലൊക്കെ ആയിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെയൊക്കെ കേൾക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൊച്ചു കേരളം ഭീകരമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഞാൻ ഒരുപാട് ഇങ്ങനെ ലാഗൊന്നും ചെയ്യുന്നില്ല, പെട്ടെന്ന് ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം കല്യാണം കഴിയുന്നതിന് മുൻപ് പെൺകുട്ടികൾ മസ്റ്റായിട്ട് ഇത് വാച്ച് ചെയ്യുക. ഒന്നും കൂടെ പറയാണ്, എല്ലാ ആൺകുട്ടികളും ഇങ്ങനെയല്ല, നല്ല ആൺകുട്ടികളൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ആവുന്നത് കൊണ്ട് ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, ഇത് പെൺകുട്ടികൾ എല്ലാവരും കല്യാണം കഴിയുന്നതിന് മുൻപ് തന്നെ കുംഫു ആൻഡ് കരോക്കെ ഉറപ്പായിട്ടും കരോട്ടെ പഠിച്ചിരിക്കണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ കുംഫും കരോട്ടയും കൂടെ തന്നെ പഠിക്കുന്നതോടൊപ്പം തന്നെ ബോൾഡ്നെസ്സും കൂടെ വരും. പിന്നെ നമ്മളിപ്പോൾ ഒരുപാട് കേസസ് കേട്ടല്ലോ, ഭർത്താവ് ഭാര്യനെ വെട്ടൂത്തി വെച്ച് കൊല്ലുന്നു, വെട്ടൂത്തി എടുക്കുന്നു. അപ്പം ഈ വെട്ടൂത്തിക്ക് എടുക്കുമ്പോൾ തന്നെ എന്താണ്, കുംഫും കരാട്ടയും പഠിച്ചെങ്കിൽ എന്താണ്, ആ എടുക്കുന്ന ആ സ്പോട്ടിൽ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ഡിഫെൻസിൻ്റെ അടുത്ത ആക്ഷൻ നമുക്ക് വന്നോളും. സ്പോണ്ടേനിയസ് ആയിട്ട് വന്നോളും. അവർ വെട്ടൂത്തി എടുക്കുന്ന സമയം തന്നെ എവിടെയാണോ നമുക്ക് ഡിഫെൻസ് ചെയ്ത് മെക്കാനിസം വഴി കൊടുക്കേണ്ടതെന്ന് അപ്പോൾ പഠിക്കും. പിന്നെ ഒരുപാട് പേര് പറയാറുണ്ട്, എൻ്റെ മോള് ഭയങ്കര സോഫ്റ്റാണ് ഡോക്ടറെ, അവളോട് എത്ര പറഞ്ഞു കൊടുത്താലും അവൾക്ക് ആ ബോൾഡ്നെസ് പറ്റുന്നില്ല, അവളെല്ലാം സഹിക്കും. അപ്പോൾ സഹിച്ച് ഇപ്പോഴാണ് നമ്മളൊരു കേസ് ഇപ്പോൾ കണ്ടല്ലോ, പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ എല്ലാം സഹിച്ച് ക്ഷമയുടെ നെല്ലിപ്പലക പൊട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു, ആത്മഹത്യയായി. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തോട് തോക്കുന്നു എന്നാണ് എൻ്റെ കോൺസെപ്റ്റ്. ജീവിതം തോക്കുക, അതായത് നിങ്ങൾ ജീവിതത്തിൽ തോറ്റപ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്നവരെ എൻകറേജ് ചെയ്യില്ല, എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. അതുപോട്ടെ, സോറി, നമ്മൾ ഇതിന്ന് ഡീവീറ്റ് ചെയ്തു, തിരിച്ചു വരാം. അപ്പോൾ പറയാറുണ്ട് എൻ്റെ മോള് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ അതൊന്നും ഓർത്ത് വേദനിക്കേണ്ട, ഈ കുംഫു കരാട്ടയിലൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ സ്റ്റെപ്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഫിസിക്കലി ആ സ്റ്റെപ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ മെൻ്റലിയും കൂടെ ആ കരുത്ത് എന്തായാലും വരും. അപ്പോൾ ആക്സ് എടുക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്, നല്ല ഡിഫൻസ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവും. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഏർലി 20s മാതാപിതാക്കൾ പെൺമക്കൾ എത്രയും പെട്ടെന്ന് കെട്ടിച്ച് വിടാൻ വേണ്ടി നോക്കും. അങ്ങനെയുള്ള മാതാപിതാക്കളാണ് നിങ്ങളുടെയെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയാം, എനിക്ക് കല്യാണം ഇപ്പോൾ വേണ്ട. അതായത് ഏർലി 20s കെട്ടരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ നല്ലൊരു ജോബിന് മുൻപ് തന്നെ നന്നായിട്ട് വിദ്യാഭ്യാസം നേടിയിരിക്കണം. കാരണം വിദ്യാധനമാണ് എപ്പോഴും സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്, എനിക്ക് ഇത്രയും ഡിഗ്രീസ് ഉണ്ട് പക്ഷേ എനിക്ക് ഇതുവരെയും ജോബായില്ല. അതോർത്ത് നിങ്ങൾ ഒരിക്കലും വേദനിക്കല്. കാരണം അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സമയത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കാം ജോലി കിട്ടാത്തത്. കാരണം നിങ്ങളുടെ ഒരു ഡെപ്പോസിറ്റ് പോലെയായിരിക്കും നിങ്ങൾ എന്തുമാത്രം പഠിച്ചു. ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ അത് പിന്നെ ഒരിക്കൽ കിട്ടും. ഇതിപ്പോൾ തന്നെ ഒരുപാട് ബിസിനസ് ഓൺട്രപ്രണർ ആവാം, ഒരുപാട് ഒരു ചെറിയ രീതിയിലായാലും മതി, ഒരു ഇൻകം നമുക്ക് വേണം. ഇതിൽ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഏർലി 20s കല്യാണം കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, വരുമാനമില്ല. അപ്പോൾ ഭർത്താവിനായിരിക്കും വരുമാനം. അപ്പോൾ ഭർത്താവാണ് പൈസ ചിലവാക്കുന്നത്. അപ്പോൾ ബോസിങ് ഓട്ടോമാറ്റിക്കലി ആരുടെ ആയിരിക്കും, ഹസ്ബൻഡിൻ്റെ ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു അടിമയെ പോലെ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് വിദ്യാധനം ഈസ് ഓൾവേസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ബാക്ക് ബോൺ, ഒരു നട്ടെല്ല് തന്നെയാണ് ഈ വിദ്യാഭ്യാസവും വരുമാനവും. അത് നിങ്ങൾ ഓർക്കുക. പിന്നെ മൂന്നാമതായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഭംഗിയോ നിങ്ങളുടെ പണമോ കണ്ട് സ്നേഹിക്കുന്ന ഒരാളെ ഒരിക്കലും കല്യാണം കഴിക്കരുത്. കാരണം ഈ ഭംഗിയും പണവും
എപ്പോൾ വേണോ പോവാം. അതെപ്പോഴും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുകൊണ്ട് ഭംഗിയും പണത്തെയും സ്നേഹിക്കുന്ന ഒരാളെ കല്യാണം കഴിക്കരുത്. പിന്നെ നാലാമതായി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരുടെയും ഭംഗി കണ്ടിട്ടോ അവരുടെ വർക്കിംഗ് സ്കിൽസ് കണ്ടിട്ടോ ഒരിക്കലും കല്യാണം കഴിക്കരുത്. കാരണം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഒരു കല്യാണം കഴിക്കുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കും, പക്ഷേ കഴിച്ചു കഴിഞ്ഞൊരു 6 months ഒക്കെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, പ്രശ്നങ്ങൾ വരുന്നത്. അതെന്തുകൊണ്ടാണ്? എന്തെങ്കിലും ഒന്നിൽ അവർ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും, അട്രാക്റ്റഡ് ആയിരിക്കാം, മേ ബി ഭംഗിയായിരിക്കും. അപ്പോൾ ഭംഗിയും ഈ പണവും എപ്പോഴും ലോങ് ലാസ്റ്റിംഗ് അല്ല അല്ലേ. പണം എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് മതി പണം വരാനും പോകാനും. അത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ പണം തീരുമ്പോൾ എന്തു പറ്റും? ഹസ്ബൻഡ് പണത്തെയായിരുന്നു ഏറ്റവും കൂടുതൽ ആക്രാന്തമായി ഇഷ്ടപ്പെട്ടിരുന്നത്. അപ്പോൾ പണം തീരുമ്പോൾ പിന്നെ പ്രശ്നങ്ങളായി. പണം എവിടെ, അത് ഇത്, പിന്നെ അത് ഫുൾ പ്രശ്നമാവും. പിന്നെ നിങ്ങളും ആരുടെയും ഭംഗി കണ്ടിട്ട് ഒരിക്കലും സ്നേഹിക്കല്. കാരണം ഇതെല്ലാം കുറച്ച് നിമിഷത്തേക്കുള്ളൊരു സുഖമാണ്, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. പിന്നെ അടുത്തതായി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ന്യൂസസും ഒരുപാട് റിപ്പോർട്ട്സും വരുന്നില്ലേ, അതായത് കല്യാണം കഴിച്ചതിന് ശേഷമാണ് അറിയുന്നത് ഹസ്ബൻഡിന് എന്താണ് സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സൈക്യാട്രിക് ഡിസോർഡർ ഉണ്ട്, ഇതൊന്നും നമുക്ക് നേരത്തെ അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെ ഇത് നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി എടുക്കാം? ഒരു ചെറിയ ഇതെന്ന് വെച്ചാൽ, ഒരു ചെറിയ പോയിൻറ്റ്സ് ഉണ്ട്, ചെറിയ സൂചനകൾ നമുക്ക് തരും. ഈ സൂചനകളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ട്രാൻസ്വെസ്റ്റിസത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണാം. ട്രാൻസ്വെസ്റ്റിസം എന്ന് പറയുന്നത് അവർക്ക് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുടെ ഡ്രസ്സസ് ഇടുമ്പോൾ. അതാണ് ഇന്നർവെയേഴ്സ് എല്ലാം ഫീമെയിൽസിൻ്റെത് ഇവർ ഇടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ അവർക്ക് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നു. അതാണ് ട്രാൻസ്വെസ്റ്റിസം എന്ന് പറയുന്ന കണ്ടീഷൻ. ഇപ്പം നമ്മൾ കുറച്ച് ന്യൂസിൽ ഇപ്പം അറിഞ്ഞല്ലോ അല്ലേ. അപ്പം അങ്ങനെയുള്ളവർ എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ളവർ അവരുടേതായിട്ടുള്ള അതേപോലത്തെ ഒരുപാട് പേര് തീർച്ചയായും കാണും. അപ്പോൾ അങ്ങനെയുള്ളവരോട് കല്യാണം കഴിച്ച് അങ്ങനെ ഒരു ഇതിൽ പോകുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ ഇതൊന്നും അറിയാതെ അല്ലാതെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പം പിന്നെ ആഫ്റ്റർ മാരേജ് ആ കുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവരുടെ പല പല പ്രശ്നങ്ങളാവുന്നു, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് പിന്നെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ, ശ്രദ്ധിക്കാനുള്ളത്, ഇവർക്ക് പ്രത്യേക തരം സ്മെൽസ്, പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവരുടെ വാക്കിംഗ് നേച്ചർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരുടെ വാച്ചസ് അവർ യൂസ് ചെയ്യുന്നത് ഒരു ഫെമിൻ ടച്ചുള്ള വാച്ചസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇതൊക്കെ ഉണ്ട്. അവരുടെ ആ വേ ഓഫ് ബിഹേവിയർ അതെന്നൊക്കെ മനസ്സിലാവും. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഒരു കല്യാണം കഴിയുന്നതിന് മുൻപ് ഒരു 6 months പീരീഡ് നിങ്ങൾ മനസ്സിലാക്കി കല്യാണം കഴിക്കാം എന്ന് പ്ലാൻ ചെയ്യുന്ന കുറേ പേരുണ്ട്. പക്ഷേ ഇതിൽ 100% ഒരിക്കലും വർക്കൗട്ട് ആവില്ല. കാരണം എന്ന് വെച്ചാൽ, ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്ത് ചെയ്യും? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണത്തെയോ നിങ്ങളുടെ സൗന്ദര്യത്തെയോ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങളെ നേടാനേ അവർ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യും? അവർ അഭിനയിക്കും. ഫുൾ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ഏരിയ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ഫുൾ മാക്സിമം ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പം നിങ്ങൾ അതിലൊന്നും വീഴാൻ പാടില്ല. വീണാൽ തീർന്നു. അപ്പോൾ നമുക്ക് ഒരാളെ എന്ത് ചെയ്യാം? 100% വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അതേസമയം ഇതേപോലത്തെ സിംറ്റംസ് നിങ്ങൾ കണ്ടാൽ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇത്. പിന്നെ എനിക്ക് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, അപ്പം ഇങ്ങനത്തെ ഒരു സൈക്യാട്രിക് ഇത് ഉള്ള ബിഹേവിയേഴ്സ് കാണിക്കുന്നവരെ, നമുക്ക് സൈക്യാട്രിക് ഇഷ്യൂസ് എന്തെങ്കിലും ഉള്ളവരെയാണ് കല്യാണം കഴിക്കുമ്പോൾ പിന്നെ അത് വിവാഹം കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള വേറൊരു ഏറ്റവും വലിയ മെത്തേഡ് എന്ന് വെച്ചാൽ, ആർക്കാണോ അസുഖം പ്രശ്നമുള്ളത് കല്യാണം കഴിച്ചാൽ അത് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് തിരിച്ചറിയാൻ ഇവരുടെ കൂടെ ഉള്ളവർക്ക് മനസ്സിലാവും. ഏതർ അവരുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പം അവരുടെ ചുറ്റിപ്പറ്റിയും അവരുടെ കൂടെ നിൽക്കുന്നവർക്കുമാണ് ഏറ്റവും കൂടുതലായിട്ടിത് മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ കല്യാണം കഴിച്ചാൽ പ്രശ്നമാവും എന്നറിയാമെങ്കിൽ അവർ മുന്നോട്ട് വന്നിട്ട് കല്യാണം കഴിക്കുന്നത് തടയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഒരു പെൺകുട്ടി ഒരു 6 മാസം കൊണ്ട് ഒരു പയ്യനെ എല്ലാം മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നത് ഒരിക്കലും സാധ്യമല്ല. കാരണം നമുക്കിപ്പോൾ ഒരു ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ CRP ചെയ്ത് നോക്കിയാൽ, CRP ഇസ് എ ബെസ്റ്റ് പ്രോഗ്നോസ്റ്റിക്
മാർക്കർ അല്ലേ. അപ്പം ബാക്ടീരിയൽ ഇൻഫെക്ഷനിൽ നമുക്ക് CRP ബ്ലഡിലുണ്ടോ നോക്കി അത് എലിവേറ്റഡ് ആയിരിക്കും. പക്ഷേ അതേസമയം സൈക്യാട്രിക് ഇതുപോലത്തെ ഡിസോർഡേഴ്സ് ഉണ്ടോ, സൈക്യാട്രിക് ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ടെസ്റ്റുകളൊന്നും ഇല്ല. അപ്പോൾ ഏറ്റവും വലുത് അവരുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ, അവർ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് അതിനെന്ത് ചെയ്യുക, പാരൻസ്, പെൺകുട്ടികളുടെ പാരൻസ് എന്ത് ചെയ്യുക, ഒരുപാട് അന്വേഷിക്കണം. ഒരു കല്യാണം വരുമ്പോൾ അവരുടെ ക്യാഷോ മണിയോ ജോബോ എല്ലാം കണ്ടിട്ട് ചാടി വീഴരുത്. നന്നായിട്ട് ഇൻ ആൻഡ് ഔട്ട് അന്വേഷിച്ചിട്ട് മാത്രമേ കല്യാണം കഴിപ്പിക്കാവുള്ളൂ. അത് ഇൻ ആൻഡ് ഔട്ട് അന്വേഷിക്കാൻ വേണ്ടി ഒരുപാട് സമയം ഉണ്ടെങ്കിലും പ്രശ്നമില്ല, അത്രയും സമയം എടുക്കുക. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പം അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ്റാണേ. ഇപ്പോൾ ആശാ വർക്കേഴ്സൊക്കെ ഉണ്ട്. ഇപ്പം എന്താണ്, അവർ ഫാമിലി പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെൺകുട്ടികൾ ഒരു ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് ഈ ആശാ വർക്കറൊക്കെ വീട്ടിൽ വന്നിട്ട് ഒക്കെ നോക്കുന്നു. അവരുടെ ഓരോ മന്ത്ലി അവർ ഓരോന്ന് അനലൈസ് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു വാർഡിലോ ഒരു പരിസരത്തോ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് പെൺകുട്ടി വന്നാൽ ഒരു ആശാ വർക്കർ അന്വേഷിക്കണം എങ്ങനെയാണ് ഫാമിലി ലൈഫ് അവിടെ പോകുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതൊക്കെ ആക്ച്വലി ഹെൽപ്പ് ചെയ്യാം. പക്ഷേ അതേസമയം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ചിലപ്പം വീട്ടുകാരുടെ ഫ്രണ്ടിൽ നിന്നായിരിക്കും ആശാ വർക്കറിന് റിപ്ലൈ കൊടുക്കുന്നത്. അപ്പം ചിലപ്പം അമ്മായിയമ്മയും ഹസ്ബൻഡും പ്രശ്നക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, പെൺകുട്ടി അയ്യോ ഒരു പ്രശ്നം ഇല്ല എന്നേ പറയത്തുള്ളൂ. പക്ഷെ അങ്ങനെ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ആപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പേഴ്സണലി മൊബൈലിൽ നിന്ന് ആ ക്വസ്റ്റ്യൻസിന് എൻക്വയറിക്ക് ആൻസർ കൊടുത്താൽ, ഇവിടെ എന്തെങ്കിലും പീഡനം ഉണ്ടോ, നിങ്ങൾ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നോ എന്താണെന്നുള്ളത് അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്താൽ അതിലൊരു പോയിൻറ്റ്സ് എന്തെങ്കിലും കുറഞ്ഞതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളവരിൽ നിന്ന് നമുക്കൊരു കണ്ണ് അധികം കൊടുക്കാൻ സാധിക്കും. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ, ഒരു ആളുടെ ഇൻ ആൻഡ് ഔട്ട് മനസ്സിലാക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് നമുക്ക് വേണമെങ്കിൽ അവരുടെ ഏത് ലൊക്കാലിറ്റിയാണ് ആ നിയർ ബൈ പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ നമുക്ക് പോയിട്ട് ആ ഒരാളെ പറ്റി അന്വേഷിക്കാൻ എനിക്ക് തോന്നുന്നില്ല അത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ എന്തെങ്കിലും പ്രീവിയസ് കേസസ് ഉണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ഇന്നിപ്പോൾ ആധാറും നമ്മുടെ പാൻ ഐഡിയും തന്നെ ധാരാളമല്ലേ, എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു കാരണം അങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ അവരുടെ അഗ്രസീവ് നേച്ചർ, പണ്ട് അവരെങ്ങനെയായിരുന്നു അഗ്രസീവ് നേച്ചറും എല്ലാം അതിന്ന് മനസ്സിലാക്കാൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അല്ല, നമ്മൾ ഒരു പ്രാവശ്യം കല്യാണം കഴിച്ച് പോയാൽ ജീവിതകാലം മൊത്തവും ജീവിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മെഷേഴ്സ് തീർച്ചയായും സഹായിക്കും. ആൻഡ് ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ആൻഡ് ദിസ് ഇസ് മീ ഡോക്ടർ അമൃത. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മൈൻഡ് റിലേറ്റഡ് എനിത്തിങ് പറ്റി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ. നമുക്ക് ഇതുപോലത്തെ ഷോർട്ട് വീഡിയോ വന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് സംസാരിക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. താങ്ക് യു.